ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ വേറൊരു വീഡിയോ ഓവർലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വീഡിയോ മൊത്തത്തിൽ പ്ലേ ചെയ്യേണ്ട, അതിൻ്റെ ഒപ്പം തന്നെ വേറെ വീഡിയോ കൂടിയിട്ട് പ്ലേ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് രണ്ട് വെർട്ടിക്കൽ വീഡിയോയുടെ ക്ലിപ്പാണ് രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യും. ഫസ്റ്റത്തെ വീഡിയോ ഡ്രാഗ് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ കൊടുക്കും. ആ ഡ്രാഗിന് വീഡിയോയുടെ പോർഷൻ മേലെയും ഓഡിയോയുടെ പോർഷൻ താഴേക്കാണ് ഡ്രാഗ്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ കണ്ടു ഒരു സിംഗിൾ വീഡിയോ ആണ് കാണാൻ പറ്റുന്നത്. മറ്റേ വീഡിയോ കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു ക്ലിപ്പ് ഉള്ള വീഡിയോ ഏതാണ്, ഈ ഒരു വീഡിയോ ഇപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തിരിക്കും. ആ വീഡിയോയുടെ പോർഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് എൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ കിട്ടും, എഡിറ്റ് ചെയ്യാനുള്ള ഹാൻഡിൽ കണ്ട ഈ സർക്കിൾ ഡോട്ട്സ് കണ്ട, രണ്ട് സർക്കിൾ കൂടെയും 4 കോർണർ. അത് വെച്ചിട്ട് ആ വീഡിയോ എത്ര ഏരിയയിൽ വേണമെന്ന് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ കണ്ട ഇനി അത് ഞാൻ ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഈ ഒരു കോർണറിലേക്ക് എത്തിച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യായിരിക്കും. അപ്പോൾ കണ്ട ലെഫ്റ്റില് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യും, ഇവിടെ മറ്റേ വീഡിയോ പ്ലേ ചെയ്യും. ഈ വീഡിയോയുടെ ക്ലിപ്പാണ് ഇതേപോലെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിന്റെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ക്ലിപ്പ് കണ്ട അതിന്റെ ഹാൻഡിൽ കിട്ടും ഇതേപോലെ സർക്കിൾ പോയിന്റ് ആയിട്ട്. അതിന്റെ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ട സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യുക, സൂം കുറയ്ക്കണമെങ്കിൽ സൂം കുറയ്ക്കുക. അങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ്, ആ ചെറിയ വീഡിയോ ക്ലിപ്പ്, ഈ ഒരു വീഡിയോ ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഫക്ട് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. എഫക്ട് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ പൊസിഷൻ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എഫക്ട് കൺട്രോളിൽ പോയിട്ട് ഇവിടെ ഇപ്പോൾ 190.5 അതിന് പറയാൻ ഞാനിപ്പോൾ 250 ടൈപ്പ് ചെയ്ത് ഇപ്പോൾ കണ്ട സെൻട്രിക്കായി. ഇതായത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. ഈ ഒരു വാല്യൂ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ 600 ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു 800 ടൈപ്പ് ചെയ്യാം. അത് വെർട്ടിക്കൽ മൂവ്മെന്റിനാണ്. അപ്പോൾ 800 പറയാൻ 400 ടൈപ്പ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സെന്ററിലായിട്ട് ആ വീഡിയോ കിട്ടും. ഇനി സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ 60 ടൈപ്പ് ചെയ്തായിരിക്കും. അപ്പോൾ കണ്ട അത് വലുതാവണമാണ് പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ സ്കെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കെയിലിന്റെ അവിടെ വരുമ്പോൾ ഒരു ആരോ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറയ്ക്കണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇനി കൂട്ടാൻ പോകണം ജസ്റ്റ് കൂട്ടി. ഇനി അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഒപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടാൽ ഫുൾ ഒപ്പാസിറ്റിയിലാണുള്ളത്. അപ്പോൾ ഫുൾ ഒപ്പാസിറ്റി വേണ്ട, നമുക്കൊരു പാർഷ്യലായിട്ട് മതിയെങ്കിൽ ജസ്റ്റ് 50% ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കാണില്ല. അപ്പോൾ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 70 ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ശേഷം കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒപ്പാസിറ്റി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ യൂണിഫോം സ്കെയിൽ ട്രിക്ക് ഓൺ ആണ്. അതുകൊണ്ടാണ് സ്കെയിൽ ചെയ്യുമ്പോൾ യൂണിഫോം സ്കെയിൽ ആയിട്ട് മാറുന്നത്. അതായത് ഇപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ വാല്യൂ സ്കെയിൽ ചെയ്യുമ്പോൾ യൂണിഫോം ആയിട്ടാണ് സ്കെയിൽ ആവുന്നത്. ആ യൂണിഫോം സ്കെയിൽ ജസ്റ്റ് ടിക്ക് ഓഫ് കൊടുത്ത് വയ്ക്കുക. ഇനി സ്കെയിൽ ചെയ്യുമ്പോൾ തോന്നിയ പോലെ ആയിരിക്കും സ്കെയിൽ ആവുക. അപ്പൊ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാണ്ടിരിക്കണമെങ്കിൽ യൂണിഫോം സ്കെയിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കും. ഇത്രയാണ് നമുക്ക് ഒരു വീഡിയോയുടെ ഉള്ളിൽ തന്നെ വേറൊരു വീഡിയോ ഓവർലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നീ ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോയുടെ ഉള്ളിൽ തന്നെ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. ഞാൻ വീഡിയോ ജസ്റ്റ് ഏതെങ്കിലും കോർണറിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും കോർണറിലേക്ക് ആക്കുക. ഞാൻ അതിന്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, എന്നിട്ട് വീണ്ടും കോർണറിലേക്ക് ആക്കണമെങ്കിൽ കോർണറിലേക്ക് ആക്കുക. ഒരു വീഡിയോയിൽ തന്നെ ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും, സൈഡിലായിട്ട് വല്ലവരൊക്കെ ഇരുന്നിട്ട് അവരുടെ അഭിപ്രായം പറയുന്നത്. അങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും.